ഫിർഔനമാരുടെ എഴുന്നള്ളത്തുകൾ, നമ്രൂദുമാരുടെ അരങ്ങ് തകർക്കലുകൾ ആവാം. പക്ഷെ പരലോകത്തില്ല. ലാ യതകല്ലമുന ഇല്ലാ മൻ നബിയല്ലാഹു റഹ്മാൻ വഖാല സവാബ. നിങ്ങൾക്ക് മിണ്ടാൻ കഴിയില്ല. നിങ്ങൾക്ക് പരമകാരുണ്യൻ അനുവാദം തരില്ല. അള്ളാഹുവിനെതിരെ തെളിവുണ്ടാക്കിയ നിങ്ങൾക്ക്, അള്ളാഹുവിന്റെ ഏകത്വത്തിനെതിരെ തെളിവുണ്ടാക്കിയ നിങ്ങൾക്ക് എങ്ങനെ അല്ലാഹു സഹായിക്കാൻ? അള്ളാഹനെ സഹായിച്ചവർക്ക് അല്ലാഹു സഹായിക്കും. ഇൻ തൻസുറുകും അല്ലാഹു യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും. അള്ളാഹനെ സഹായിച്ചവർ, അള്ളാഹുവിന്റെ വഹദാനിയത്ത് പ്രസംഗിച്ചവർ, അവന്റെ ഏകത്വം ഘോഷിച്ചവർ, അവന്റെ ഏകത്വത്തിന് വേണ്ടി ഏറുകൊണ്ടവർ, അവന്റെ ഏകത്വം പറഞ്ഞതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടവർ, അവരെ അല്ലാഹു സഹായിക്കും. അവരുടെ കാലുകളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. അവർക്ക് അല്ലാഹു അവസരങ്ങൾ നൽകും. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അപ്പോഴേ ഈ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രബോധനം അത് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തത് അതുകൊണ്ട്. അതില്ലാതെ ഒരാളെ നന്നാക്കാൻ കഴിയും. ആയിഷാ ബീവി റളിയല്ലാഹു തആല പറഞ്ഞിട്ടുള്ള വാക്ക് എത്ര ഹൃദ്യമാണ്, ഗ്രാഹ്യമാണ്, പഠിക്കേണ്ടത്. മക്കയിൽ പ്രവാചക തിരുമേനി മദ്യപിക്കരുത് എന്നവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവർ മാറുമായിരുന്നില്ല. വ്യഭിചരിക്കരുത് എന്ന് പ്രവാചകനവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവർ മാറുമായിരുന്നില്ല. അള്ളാനെ ശരിക്ക് പഠിപ്പിച്ചു. എവിടെ അള്ളാനെ പറ്റി പഠിപ്പിക്കുന്ന സദസ്? എന്തിനാ പേരോട് വരുന്നത്? എന്തിനാണ് നൗഷാദ് അൻസാരി വരുന്നത്? മൊയ്തീൻ വിളിക്കുക എന്ന് പറയാൻ. മമ്പറങ്ങളെ കുത്തുബുൽ സമാനെ എവിടുന്ന് വിളിച്ചോ പറയാനല്ലേ? അള്ളാനെ എവിടുന്ന് വിളിച്ചോ എന്ന് പറയേണ്ട വാക്ക് കുത്തുബുൽ സമാനെ എവിടുന്നും വിളിച്ചോ എന്നല്ലേ മൊയ്ലിയമാര് വരുന്നത്? ശിർക്ക് സ്ഥാപിക്കാനല്ലേ? ഓർക്ക് ആരെങ്കിലും സ്വീകരണം നൽകും? നിങ്ങൾ ആലോചിക്കും. ഓനെന്തിനാ വരുന്നത്? പടച്ചോനല്ലാത്ത പടപ്പുകളെ വിളിച്ചോളി, വെറുതെ പോയിക്കോളി. പക്ഷെ അവിടെയുള്ള ഫുലൂസ് ഞങ്ങൾ കീശയിൽ എങ്ങനെങ്കിലും എത്തിച്ചേക്കും. ഒന്നിന്റെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്. നിങ്ങൾ ശരിക്കും ഇത് നരകത്ത് പോയാൽ മണ്ടോ സോറി ഞങ്ങൾക്ക് തിന്നയും കുടിക്കുകയും ഉസാറാക്കാം അല്ലേ? ശരിക്കല്ലേ ഇവിടെ നടക്കുന്നത്? ഇവിടെ ഇതിൽ കവിഞ്ഞ് വേറെ എന്താ നടക്കുന്നത്? വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഈ പണിയല്ലാതെ ഒരു സുന്നി ഖുർആൻ എടുത്തിക്കണ എന്തിനാ? ഔലിയാക്കളെ ദുരേർക്കാൻ വല്ലതും ദുർവ്യാഖ്യാനിക്കാൻ പറ്റുമെന്നല്ലേ? അല്ലേ? ഒരു മൊയ്ലിയാർ ഖുർആൻ എടുക്കുന്നത് പടച്ചോന്റെ ഏകത്വത്തിലേക്ക് വിളിക്കാനാ? പമ്പലക്കടവും അയാളെ പരാമർശം തന്നെ എന്താ? അള്ളാനെ വിളിക്കൽ ലോക്കൽ KSRTC പോലെ അല്ലേ? മൊയ്തീൻ ഷൈനെ വിളിക്കലോ ബെൻസ് കാറിൽ പോകുന്ന പോലെ, ബെൻസ് കാറിൽ പോണ പോലെ. അപ്പൊ എന്താ അവിടെ ഉണ്ടാക്കുന്നത്? അള്ളാഹുവിലേക്ക് ആളുകൾ എത്തുകയാണോ ചെയ്യാ? ഒരാളെ മുമ്പിൽ KSRTC ലോക്കൽ കുടുകുടു ഡീസൽ വണ്ടി വെക്കുകയും ഒരാളെ മുമ്പിൽ BMW വെച്ചാൽ ഏത് നാട്ടുകാർ ഏതാ തിരഞ്ഞെടുക്കുക? BMW. മൊയ്ലിയാർ എന്താ വെച്ചവിടെ? മൊയ്ലിയാരുടെ പ്രസംഗത്തിൽ ഞങ്ങളുടെ മുമ്പിൽ വെച്ച എന്താ? അള്ളാഹിന്റെ അടുത്തേക്ക് അടുപ്പിക്കല ആണോ? ബെൻസ് കാറിൽ പോയിക്കോളി. അത് ഏത് ബുദ്ധിയുള്ളവരും അതല്ലേ തിരഞ്ഞെടുക്കുക? അല്ലേ? മൊയ്തീൻ മാലയിൽ എന്താ പഠിപ്പിക്കുന്നത്? വല്ലേ നീലെത്തി എന്നും എന്നെ വീളിപ്പോർക്ക് വായ്പൂടാതുത്തീരം ചെയ്യും ഞാൻ എന്നോവർ നല്ലേ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? അള്ള പോലും പറഞ്ഞിട്ടില്ല. വക്കാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കുന്നേ അള്ള പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ എന്നെ ദുആയിരുന്നേ ഞങ്ങൾക്ക് ഉത്തരം ചെയ്യും. വായ പൂർണ്ണതിന് മുമ്പ് നന്ദ പറഞ്ഞു. അള്ളാനേക്കാൾ മുന്നിലാ മൊയ്തീൻ ശൈഖ് അല്ലേ? വല്ലേ നീലെത്തി എന്നും എന്നെ വിളിപ്പോർക്ക് വായു കൂടുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം നൽകും. അങ്ങനല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? ആ വിശ്വാസമുള്ള ഒരു AP സുന്നിക്കാരൻ പടച്ചോനെ വിളിക്കുവോ? ഓൻ എന്താ വിളിക്കുള്ളൂ? ഓന് വേഗം റിസൾട്ട് കിട്ടണം, ഭാര്യന്റെ സുഖേട് മാറണം, ഭാര്യ പ്രസവിക്കണം. ആ സമയത്ത് ഓൻ ആരാ വിളിക്കുക? ഓൻ മൊയ്തീൻ ഷൈനെ വിളിക്കൂ, ഓൻ മമ്പറങ്ങളെ വിളിക്കും. മൊയ്ലിയന്മാർ അതാ പഠിപ്പിച്ച്, പ്രവാചകന്മാർ അതല്ല. നിങ്ങൾക്ക് മനസ്സിലാകണം. സ്നേഹത്തോടു കൂടി പറയാൻ. നിങ്ങൾ ഉസ്താദുമാരെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ പാവങ്ങളാണ്, നിങ്ങൾ ഉസ്താദുമാരെ സ്നേഹിച്ചവരാണ്, സത്യം ആദരിച്ചവരാണ്. പക്ഷെ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നത് സത്യമല്ല. അവർ നിങ്ങളെ ചതിക്കുകയായിരുന്നു, അവർ നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. ആ തിരിച്ചറിവാണ് ഞങ്ങളെ ഇത് പറയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബ 34-ാമത്തെ വചനത്തിൽ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, എന്റെ പൊന്നു മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ വിളിയാണ്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അറിയണം, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി, തീർച്ചയായും എന്നെ ചേർത്ത് പറയാൻ, തീർച്ചയായും വെറുതെ ഒഴുക്കം വിട്ട് പറയില്ല, കട്ടായമായി നിശ്ചയമായി പണ്ഡിത പുരോഹിതന്മാരല്ല ഭൂരിപക്ഷം ജനങ്ങളുടെ ധനം അന്യായമായി ന്യായം കൂടാതെ തിന്നും. എന്നിട്ട് അല്ലാഹു പറയാൻ, അങ്ങനെ ന്യായം കൂടാതെ തിന്നണമെങ്കിൽ
ഒരു കാര്യം അവർ നടത്തേണ്ടതുണ്ട്. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിക്കണം, അല്ലാതെ തിന്നാൻ കഴിയില്ല. യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച മൊയ്യമാർക്ക് തിന്നാൻ വകുപ്പൊന്നും ഇസ്ലാമിലില്ല. എങ്ങനെ തിന്നേ? ഒരു സാധാരണ 3 നേരം തിന്നുന്നതിനെ കുറിച്ചല്ല. കാരണം പണ്ട് സുലൈമാൻ സക്കാഫി ചോദിച്ചിട്ട്, എന്താ നിങ്ങൾക്കൊക്കെ കാറ്റാണോ മൗലൈമാരെ? അല്ല, ഞങ്ങൾക്കും കാറ്റല്ല, ഞങ്ങൾക്കും ഭക്ഷണം. 3 നേരം ഏറ്റവും ചുരുങ്ങി ഞങ്ങളും ഇങ്ങളും ഒക്കെ തിന്നല്ലേ. അതല്ല ഇവിടുത്തെ തീറ്റി. ഹദ്ദാദ് കഴിച്ചിട്ട് ഒരു തീറ്റി കിട്ടണമെങ്കിൽ നടക്കണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇസ്ലാമിന്റെ പ്രമാണം അനുസരിച്ച് ഒരാൾ മരിച്ചാൽ അയൽവാസി മരിച്ച വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കണം എന്നാണ്. മുസ്ലിയാരുടെ മതം അനുസരിച്ചോ മരിച്ച ബാപ്പാനെ കബറെടുക്കുന്നതിന് മുന്നേ പോത്തിന്റെ കഴുത്ത് കത്തിയേക്കണം. അപ്പൊ ഇത് നടന്നാലേ, അതായത് സുന്നത്തിന് പകരം ബിദ്അത്ത് പ്രതിഷ്ഠിച്ചാലേ യൗക്കുറുന അംബാലന്നാസ് നടക്കും. വല്ലാത്തൊരു ഖുർആനിക വചനാത്. അത് എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം എന്താ? മുജാഹിദുകൾക്ക് തിന്നാൻ പോക്ക് കുറവാ ആണല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാലോ. 3ന്റെ അന്ന്, 5ന്റെ അന്ന്, 7ന്റെ അന്ന്, 14, 40, പിന്നെ 2, അങ്ങനെയുള്ള ഒരു മൊയ്ലിയാര് ബസ്സ്റ്റോപ്പിൽ നിന്ന് മൊയ്ലിയാര് നിങ്ങൾ എവിടുന്നായിരുന്നു? ഞാൻ 40 കഴിഞ്ഞിട്ട്. അതിന്റെ അപ്പുറത്തോ വേറൊരാള്, നിങ്ങളോ? ഞാൻ ആണ്ട് കഴിഞ്ഞിട്ട്. കാരണം മൊയ്ലിയമാർക്ക് ഒരിക്കലും കഴിവുണ്ടാവില്ല. കാരണം ഒരു മഹലില് ഒരു കൊല്ലം മുമ്പ് മരിച്ചോന്റെ ആണ്ടായിരിക്കുന്നു, മെഞ്ഞാന്ന് മരിച്ചോന്റെ 3ആയിരിക്കും നാളെ. മൊയ്ലിയാർക്ക് എന്നും തീറ്റി തന്നെ മരിച്ചതിന്റെ പേര്. അങ്ങനെ ജനിച്ചതിന്റെയും മരിച്ചതിന്റെയും ഒക്കെ പേര് ഭയങ്കര ഉണ്ടായി. വലിയൊരു കോടീശ്വരന്റെ വീട്ടിൽ മരണം നടന്ന മൊയ്ലിയാക്കന്മാര് ഇന്നാലില്ലായി വൈനാല് റജയും പറയുന്നതിന് മുമ്പ് എന്താ അൽഹംദുലില്ലാഹ് അജേര് തട്ടിപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടുക മോമ്പൈച്ചക്കാർക്ക് അല്ലേ? ശരിക്കല്ലേ? മനസ്സിന്റെ കൂടെ AP സുന്നി എന്നൊരു അഹമ്മദ് പഠിച്ചിരുന്നു, മയ്യിലുകാരൻ. എന്നോട് സത്യമായിട്ട് പറഞ്ഞ ഞങ്ങൾ വളരെ ദരിദ്രരെ. ഞാൻ മൊയ്ലിയാരുട്ടിയായിട്ട് പള്ളി ദർസിൽ ഉണ്ടാകുന്ന കാലത്ത് സത്യമായിട്ട് വലിയ പൈസക്കാർ മരിക്കാൻ ഞങ്ങൾ ദ്വയർക്കായിരുന്നു. ഓൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, ഓരോടുള്ള വിരോധമൊന്നുമല്ല. പട്ടിണിയും പൈസ ഇല്ലായ്മയും വലിയൊരാൾ മരിച്ച എന്തെങ്കിലും കിട്ടുമല്ലോ എന്നല്ലേ ആ ചിന്ത കൊണ്ട് അങ്ങനെ വരെ ദ്വയർന്നിരുന്നു. ആചാര്യ മരിക്കട്ടെ. മതം വിറ്റ് കായുണ്ടാക്കുന്ന സ്വഭാവമാണിത്. ഇത് ഇസ്ലാമല്ല. നിങ്ങൾ എന്നെ സങ്കല്പിച്ചു നോക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേരളത്തിലുണ്ടായിരുന്നേ, നമ്മൾ വിചാരിക്കും ഒരു ഖലീൽ തങ്ങളെ പോലെ വലിയ ജുബ്ബയൊക്കെ ഇട്ട് വലിയൊരു തലയെക്കെട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആടി ഒലഞ്ഞ് ഒരു വീട്ടിൽ കയറി അവിടെ അദ്ദാദ് കഴിഞ്ഞ് പുറത്ത് റാത്തീബ്, അതിന്റെ അപ്പുറത്ത് അങ്ങനെ ഏമ്പക്കെട്ട് ലോറിസ്കരിച്ച് അസറിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണെന്തി നബി അസറും ലോറും മഗ്‌രിബും ഒക്കെ നിസ്കരിച്ചു. എങ്ങനെ? ആരാന്റെ തിന്നിട്ടില്ല, അവനാന്റെ തന്നെ തിന്നാൻ പറ്റാതെ. ഒരു നല്ല റൊട്ടി നബി തിന്നിട്ടില്ല എന്നാ. അങ്ങനെ ജീവിച്ച പ്രവാചകന്റെ അനുയായികളാണോ ഞാനും നിങ്ങൾ? ശരിക്കും പരിശോധിക്കാൻ, പരലോകത്തിന് വേണ്ടി പരിശോധിക്കാൻ, ആരെയും വിമർശിക്കല്ല, വളരെ ഗൗരവമായി ആലോചിക്കാൻ. നമ്മുടെ ആളുകളെ ശിർക്കിലേക്ക് എത്തിച്ചു, നമ്മുടെ ആളുകളെ ശിർക്കിലേക്ക് വിളിച്ചു, അതിനുവേണ്ടി ന്യായീകരണങ്ങൾ കണ്ടെത്തി, അതിനുവേണ്ടി വ്യാഖ്യാനിച്ചു. ഇത് വളരെ വളരെ ഗൗരവമായി പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത, മുജാഹിദ് പ്രസ്ഥാനം എന്നും ഏറ്റവും രസകരമായ ഒരു പോയിന്റ് പറഞ്ഞുതരാം. ഇവിടെ മുജാഹിദുകൾക്കിടയിൽ വിവാദമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. ഞങ്ങൾക്കിടയിൽ തന്നെ ആദർശമുള്ളൂ. ഞങ്ങൾക്കിടയിൽ ആദർശത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് പ്രശ്നമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് ആദർശമില്ലാത്തത് കൊണ്ട് പുറത്ത് കാണാൻ പ്രശ്നമൊന്നുമില്ല. ഉള്ളിൽ നല്ല അടി, നല്ല അടി എന്ന് പറഞ്ഞ പിച്ചാത്തി പ്രയോഗം വരെ നടക്കുന്ന അടി. അത് മനസ്സിലാക്കണമെങ്കിൽ ശത്രുക്കളല്ല സ്നേഹിതന്മാർ എന്ന അബ്ദുള്ളയുടെ ഗ്രന്ഥം വായിച്ചാൽ മതി. ഞാൻ വേറൊന്നും പറയില്ല. ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി ഞാനിപ്പോ അധികം സംസാരിക്കില്ല. ഇവിടെ അതിന്റെ ആവശ്യമില്ല, അതില്ല, കുറവാ. അതിനെ വെറുതെ പറഞ്ഞു വലുതാണ് ഞാൻ പറയുന്നത്. ആദർശമില്ലാത്തതുകൊണ്ട് അവിടെ ചർച്ചയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആദർശമുള്ളത് കൊണ്ട് പ്രശ്നമുണ്ട്. കാരണം ഇതിലേക്ക് പല ടൈപ്പ് ആളുകൾ കയറി വരും. ചിലക്ക് രാഷ്ട്രീയത്തോട് ഭയങ്കര ഹുബ്ബായിരിക്കും, ചിലക്ക് ചില ജീവകാരുണ്യം. അപ്പൊ തൗഹീദൊക്കെ പറയുമ്പോൾ നാട്ടുകാരിലൊക്കെ തെറ്റേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു 10 കൊല്ലം കുശൂഷിക്കാൻ ഉണ്ടാവും. ചില മൗലവിമാർക്കൊക്കെ തോന്നും ശരിയല്ലേ ഈ തൗഹീദും ഈ ഇസ്തിഹാസയും ഈ തവസ്സുലും ഈ വാദപ്രതിവാദവും ഈ മുഖാമുഖവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന നാട്ടുകാരെടുത്ത് ആകെ തർക്കിക്കുന്നവര് എന്നുള്ളവരുണ്ടാവുമ്പോ ഓല് കുശുകുശിക്കുമ്പോ അതിന്റെ അടുത്തൊരു ഗ്രൂപ്പ് ഇങ്ങനെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് കുശുകുശിക്കൽ ആദർശവാദികൾക്ക് പറ്റൂല. ഓലെതിർ കാരണം ബാപ്പാനെ ഉപേക്ഷിച്ച് മുജാഹിദായാലോ ഓല് പിന്നെ ഓനേക്കാൾ വലുതാണോ മൗലവി? അല്ല. ബാപ്പാനെയും ഉമ്മാനെയും കുടുംബങ്ങളെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് മുജാഹിദായോനെ പിന്നെന്തോ കുറെ കാലം 5 കൊല്ലം മൗലവിയായിരുന്നു എന്നുള്ള ചിന്ത. 28 കൊല്ലം ബാപ്പയായിരുന്നു കുഞ്ഞാക്ക. ആ കുഞ്ഞാക്കാനെ വിട്ടിട്ടാ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കയറി. അപ്പോ ഒരു ചില കാര്യങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കി അല്ലാഹു അനുവദിച്ച ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താ ഇവിടുത്തെ പ്രശ്നം?
എന്താ മുസ്ലിം കൈരളിയുടെ പ്രശ്നം? ലോകത്തിന്റെ പ്രശ്നം എന്താ? ആയിഷാ ബീവി പറഞ്ഞ വാക്കിനെ മറന്നതല്ല, വീണ്ടും ഞാൻ എടുത്തുപയോഗിക്കും. പ്രവാചക തിരുമേനി മക്കയിൽ മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് തുടങ്ങിയുള്ള പ്രബോധനത്തിനാണ് പ്രാധാന്യം കൊടുത്തുവരുന്നതെങ്കിൽ ഈ സമൂഹം മാറുമായിരുന്നില്ല. ഇത് MGMന്റെ ജില്ലാ സെക്രട്ടറിയോ സ്റ്റേറ്റ് പ്രസിഡന്റോ പറഞ്ഞ വാക്കല്ല ഇത്. ഉമ്മഹാത്തുൽ മുഅ്മിനാത്തിൽപ്പെട്ട ആയിഷാ ബീവി. ഒരു സംഘടനയ്ക്കും അവരെ അവഗണിക്കാൻ പറ്റില്ല. അവർ മുജാഹിദും അല്ലല്ലോ. ഈ പറഞ്ഞ 921 ശേഷമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലെ മെമ്പറല്ലല്ലോ അവരെ, അല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണല്ലോ, പ്രിയതമയാണല്ലോ, മണവാട്ടിയാണല്ലോ, നല്ല അറിവുള്ളവരുമായിരുന്നല്ലോ, അല്ലേ? അവരെന്താ പറഞ്ഞത്? തൗഹീദ് ശരിക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് കൗമ് കള്ളിന്ന് മുക്തായത്. അത് ശരിക്ക്, കാരണം തൗഹീദ് എന്താണ്? അല്ലാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധമാണ്, പഠിപ്പിക്കലുകളാണ്. എന്റെ റബ്ബ്, ഉദാഹരണം, ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വീട് മോഷണം നടന്നു, അവിടെ മോഷണം നടന്നു. ആ മോഷണം നടന്ന വീട്ടുകാരൻ നേരെ പോവുകയാണ് തങ്ങളെടുത്ത്. ആരാന്നറിയാൻ ആരാത് ചെയ്തെന്നറിയാൻ. കാരണം എന്താ? റബ്ബ് തവക്കുലില്ലാത്തതാണ്. ഞാൻ നിങ്ങൾ വിശദീകരിച്ചു തരാം. ഒരായത്തിലൂടെ ഒരു മോഷണം നടന്നാൽ ഞാൻ മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു യഥാർത്ഥ മുവഹിദ് മനസ്സിലാക്കേണ്ട, എന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹ് രേഖപ്പെടുത്തിയതാണ്. ഇന്ന ഡേറ്റ് നിന്റെ വീട്ടിൽ മോഷണം നടക്കുന്നു, അല്ലേ? അത് വിശ്വസിക്കാത്ത മുക്തിയാണോ? ആണോ? വളരെ കൃത്യമായി അറിയേണ്ട കാര്യമാണ്. എന്ത്? നമ്മൾ വളരെ കണിശമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. മാ അസാബം മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസാബം മിൻ മുസീബത്തിൻ ഫിൽ അർദ്. ഈ ഭൂമിയിൽ ഒരു മുസീബത്ത് ഉണ്ടാവണില്ല. യുഎഇയിൽ കുടുങ്ങി, പല സ്ഥലത്തും കുടുങ്ങി. അല്ലാഹുവിന്റെ തീരുമാനമാണ്. അത് ഇന്നലെ ഉണ്ടായതല്ല. അല്ല, പണ്ടേ ഇതുണ്ടാകുന്നതിന് മുമ്പ് അതൊക്കെ ഒരു കിതാബിൽ ഒരു ആക്സിഡന്റ് പറ്റി. ഉദാഹരണം, നമ്മുടെ ഫൈസൽ മുസ്ലിയാർ, അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ, ആക്സിഡന്റ് ഉണ്ടായി. അത് ഇന്നുണ്ടായതാ. ചില ആളുകൾ പറഞ്ഞു ജിന്നിനോട് വേടാന്ന് വാദിച്ചതിന് കിട്ടിയ ശിക്ഷയാണ്. ആണോ? ഓനാണോ തൗഹീദുള്ളത്? ഓനാണോ നമ്മളെ തൗഹീദ് പഠിപ്പിക്കുന്നത്? മാ അസാബം മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബൽ അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. പഠിക്ക്. സലാം സല്ലം എഴുതിയ കുറിപ്പ് വായിച്ച് ദീൻ പഠിക്ക്, മനസ്സിലാക്ക്. അല്ലാഹ് സൂറത്ത് ഹദീദ് പറഞ്ഞുതരാ. ഖുർആൻ തപ്പിത്തെറിഞ്ഞ് ഈ ബുദ്ധിമുട്ടണ്ട, എനിക്ക് വായിൽ ഒഴിച്ചുതരാ, ഒന്നും മിണുങ്ങിയാ മതി. ഖുർആൻ 57 അധ്യായം 22-ാമത്തെ വചനം. എന്താ അർത്ഥം അറിയോ? ഫൈസൽ മുസ്ലിയാർക്ക് ഇന്നടത്ത് വെച്ച് ആക്സിഡന്റ് ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് സൃഷ്ടിക്കുന്നതിന്റെ ഒക്കെ എത്രയോ മുമ്പ് അള്ളാന്റെ കിതാബിൽ എഴുതി. ആ കിതാബിന്റെ മഷി ഉണച്ചു. മനസ്സിലായോ? ആർക്കൊക്കെ ക്യാൻസർ ഉണ്ടാവണം, ആരുടെ 2 കിഡ്നി ഫെയിലാകണം എന്നൊക്കെ അള്ളാഹ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിവിടെ നടക്കും. അതിന്റെ പേരിൽ ടെൻഷൻ ഇല്ല. ഇതാ തവക്കുൽ, ഇതാ തൗഹീദ്. ഇതില്ലാതെ ഒരു കള്ളം കയറി 10 രൂപ കട്ടുണ്ടേ ജോത്സ്യൻ ധരിച്ചു പോവുക. എന്തിന്? ആരാ അത് ചെയ്തത്? ഈ വീട് കൊല്ല ചെയ്തത് ജോത്സ്യൻ അറിഞ്ഞിട്ടില്ല, തങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ മറഞ്ഞ കാര്യം അയാൾ അറിയും. കാര്യകാരണ ബന്ധത്തിന്റെ പുറത്ത് എന്താ അവിടെ കാര്യകാരണം? എന്തോ ഒരു ഉദാഹരണം പറയാം. ഒരു ഫേമസ് ഹോസ്പിറ്റൽ, ഒരു ജ്വല്ലറി, ഒരു സൂപ്പർ മാർക്കറ്റ്, അതിൽ എന്തുണ്ടാവും? എല്ലാ സ്ഥലത്തും സർക്യൂട്ട് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു കൺട്രോളിംഗ് റൂമിൽ ഇരുന്ന് അതിന്റെ ഓണർക്ക്, അതിന്റെ മുതലാളിക്ക്, അതിന്റെ MDക്ക് അതിന്റെ ഏത് ഭാഗത്ത് കിടക്കുന്നതും അതിലൂടെ കാണാം. അത് കാര്യകാരണം എന്താണ്? എന്നാൽ ഇതൊന്നുമില്ല. അയാൾ എവിടെയോ MA യൂസുഫ് അലി സാഹിബ് ലണ്ടനിൽ ഇരുന്ന് എറണാകുളം ലുലു സെന്ററിൽ ഒരാൾ മോഷണം നടത്തുന്നത് കാണുമെന്ന് പറഞ്ഞാൽ, അറിയുമെന്ന് പറഞ്ഞാൽ വിഷയം മാറി, എഴുത്തിക്കാത് മാറി. ഇതല്ല കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് ജോത്സ്യൻ അറിയും, തങ്ങൾ അറിയും എന്ന് വിശ്വസിക്കുന്നതോടെ നീ മുസ്ലിമല്ല, നീ മുശ്രിക്കായി പോവുകയാണ്. ഈ വിശ്വാസം നിന്നെ നരകത്തിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ശിർക്ക് വരാതെ കാത്തു സൂക്ഷിക്കണമെന്ന് പറയും. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം കണിശമായ, വളരെ കൃത്യമായ വിഷയങ്ങളിലൂടെ മാനവ സമൂഹത്തെ ക്ഷണിക്കുന്നത്. എന്ത് താല്പര്യം ഞങ്ങൾക്കുള്ളത്? നിങ്ങൾ ചിന്തിക്കൂ.